വെൽക്കം ബാക്ക് മൈ ഫ്രണ്ട്സ്. അങ്ങനെ എസ്രയുടെ ടീസർ റിലീസായിട്ടുണ്ട്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ തൊട്ട് നമ്മൾ അറിഞ്ഞിരുന്നു ഇന്ന് 7 മണിക്കാണ് ടീസർ റിലീസാകുന്നത്. എന്തായാലും ടീസർ റിലീസായിട്ടുണ്ട്. ടീസറിനെ പറ്റി പറയുന്നതിന് മുമ്പ് ആദ്യം എടുത്തു പറയേണ്ട അതിൻ്റെ ക്യാമറയാണ്. ടീസർ കണ്ടു കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ക്യാമറയുടെ ഒരു വർക്ക്. നമ്മൾ ഇതിനു മുമ്പേ നമ്മൾ അറിഞ്ഞിരുന്നു ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ക്യാമറയും കാര്യമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്തതെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും പറയുകയാണ്, ക്യാമറ വർക്ക്സും ആ ഒരു ടീസർ കണ്ട ശേഷം ക്യാമറ വർക്ക്സ് നല്ലതായിരുന്നു. അതിന് ഒരു തെറ്റ് പറയാനില്ല. മറ്റുള്ള ഒരു ഹൊറർ മൂവിയിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ആയിരിക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ സിനിമയിൽ ഡിസംബറിലായിരിക്കും ഈ മൂവി റിലീസാകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ടീസറിൽ ചില ഭാഗങ്ങളല്ല, ടോണും കാര്യമൊക്കെ എനിക്ക് കോഞ്ചറിങ്ങിൻ്റെ ഇതുപോലെയൊക്കെ ഫീൽ ചെയ്തു. എനിക്ക് തോന്നിയായിരിക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. എൻ്റെ ഒരു തോന്നലായിരിക്കാം. പിന്നെ ഇതിലൊരു എക്സ്പെക്റ്റഡ് സ്റ്റോറി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇന്ന പോലെ ആയിരിക്കും. അല്ലെ ജസ്റ്റ് ടീസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രാജേട്ടൻ ഇതുപോലെ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഗോസ്റ്റ് ഉള്ള വീടായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ അതിന്. അങ്ങനെ ആയിരിക്കാം. അവിടെ പിന്നെ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊന്നും നമുക്ക് എക്സ്പെക്റ്റഡ് ഒന്നും പറയാൻ പറ്റില്ല. ടീസർ കണ്ടൊന്നും, പിന്നെ ട്രെയിലർ കണ്ടിട്ട് പിന്നെയും നമുക്ക് പറയാം ഇതുപോലെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതൊരു ഇത്രയും ഒരു ഹൊറർ മൂവീസ് ഇറങ്ങിയതിൽ ഈ ഒരു ടീസറിന് എന്തായാലും ഒരു ഡിഫറൻ്റ് ഉണ്ട്. അവർ എടുത്തേക്കുന്ന രീതിയും കാര്യമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ടീസറൊക്കെ ക്ലാസ് ആണ്. എല്ലാവരും കണ്ടു നോക്ക്. എന്നിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ എഴുതിക്കോ. അപ്പം ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.